നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.എസ്. അച്യുതാനന്ദനെ കുറിച്ച് കൊല്ലം ജില്ലയ്ക്ക് പറയുവാൻ ഒരു ഓർമ്മ കഥയുണ്ട്. സമ്മാനമായി ലഭിച്ച മുൻമുനിയൂർ കാലൻകുട വല്ലാതെ ഇഷ്ടപ്പെട്ട് വി.എസ്. നിവർത്തിപ്പിടിച്ച ആ കഥ. ജില്ലയിലെ വിലയന്തൂർ കുടുംബശ്രീ യൂണിറ്റ് നിർമ്മിച്ച ആ വലിയ കുട 2015 പ്രതിപക്ഷ നേതാവായിരിക്കെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിനെത്തിയപ്പോഴാണ് വിലയന്തൂർ കുടുംബശ്രീ യൂണിറ്റ് നിർമ്മിച്ച മുൻമുനിയൂർ ബ്രാൻഡ് കുട നൽകിയത്. ചുവന്ന കാലൻകുടയുമായി വി.എസ്. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ വസുമതിക്കും ഇഷ്ടമായി. ഇതേപോലെ വേണമെന്നായി ആഗ്രഹം. അധികം വൈകാതെ വി.എസ്. വാളകത്ത് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ മറ്റൊരു ചടങ്ങിനെത്തി. ഒരു കുട കൂടി കിട്ടുമോ എന്നായി അന്ന് ഒപ്പം വേദിയിലുണ്ടായിരുന്ന CPM നേതാവ് P.K. ജോൺസണിനോടുള്ള ചോദ്യം. ഉടൻ എത്തിക്കാമെന്ന് ജോൺസന്റെ മറുപടി. ഒട്ടും വൈകാതെ CDS പ്രവർത്തക ബിന്ദു പ്രകാശ് വേദിയിലെത്തി പ്രതിപക്ഷ നേതാവിന് കുട സമ്മാനിച്ചു. നിറഞ്ഞ പുഞ്ചിരിയോടെ കുട ഏറ്റുവാങ്ങുന്ന രംഗം ഇന്നും നാടിന്റെ ഓർമ്മയിലുണ്ട്. കുടുംബശ്രീയുടെ കുട സംരംഭത്തെ പുകഴ്ത്തുവാനും വി.എസ്. അന്ന് മറന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അച്യുതാനന്ദനും കുറ്റിയത്തോട് കോടംതുരുത്തി മുറിയിൽ കൊച്ചുതറയിൽ ശ്രീമതി വസുമതിയും തമ്മിലുള്ള വിവാഹം 1967 ജൂലൈ 18 ഞായറാഴ്ച പകൽ 3 മണിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തദവസരത്തിൽ താങ്കളുടെ മാന്യ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. CPIM ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുടെ പേരുള്ള ഈ ക്ഷണക്കത്ത് എല്ലാവർക്കും പരിചിതമായിരുന്നു. വിവാഹമേ വേണ്ടെന്ന് വച്ചിരുന്ന വി.എസ്. അച്യുതാനന്ദൻ തന്റെ 42-ാം വയസ്സിൽ വിവാഹം ചെയ്തത് പാർട്ടി മേൽനോട്ടത്തിൽ തന്നെയാണ്. അന്നു മുതൽ എന്നും സഖാവിന്റെ സഖ്യയെ സ്നേഹിച്ചും പരിചരിച്ചും വസുമതി കൂടെ തന്നെ ഉണ്ടായിരുന്നു. CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് വി.എസ്. വസുമതിക്ക് വർണ്ണമാല്യം അണിയിച്ചത്. കതിർ മണ്ഡപമോ പുടവ നൽകലോ ഒന്നുമില്ലാതെ പരസ്പരം മാലയിടാൻ മാത്രമായിരുന്നു ചടങ്ങ്. വി.എസിന് 43-ഉം വസുമതിക്ക് 29-ഉമായിരുന്നു അന്നത്തെ പ്രായം. വിവാഹം കഴിഞ്ഞ ഉടൻ വി.എസ്. അച്യുതാനന്ദനും വസുമതിയും ഒരു വാടക വീട്ടിലേക്കാണ് പോയത്. അവിടെയാണ് അവർ അന്ന് രാത്രി തങ്ങിയത്. എന്നാൽ പിറ്റേന്ന് രാവിലെ പുതുമണവാളനായ വി.എസ്. വസുമതിയെ സഹോദരിയുടെ വീട്ടിലാക്കിയ ശേഷം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നുവെന്ന ചോദ്യത്തിന് വസുമതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പാർട്ടി അറിഞ്ഞുള്ള വിവാഹമെന്നാണ്. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ വി.എസ്. എങ്ങനെ തീരുമാനം മാറ്റിയെന്നതിന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ അവിവാഹിതനായി കഴിയണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. R. സുഗതൻ, C. കണ്ണൻ എന്നിവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മരണം വരെ വിവാഹിതരായിരുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ജയിലും ഒളിവ് ജീവിതവും കഷ്ടപ്പാടുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിൽ ഒരു വിവാഹം നടത്തി പങ്കാളിയായി വരുന്നയാളെ കൂടി ഈ ദുരിതത്തിലേക്ക് തള്ളിവിടേണ്ടെന്ന ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് R. സുഗതന്റെ ഉപദേശം സ്വീകരിച്ചാണ് വി.എസ്. വിവാഹിതനായത്. പാർട്ടി പരിപാടികളിൽ പോകുമ്പോൾ ഇദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹിതരായ G. സദാശിവൻ, T.K. രാമൻ എന്നിവർ ഈ വിവാഹാലോചന കൊണ്ടുവരുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ N. ശ്രീധരനുമായാണ് ഇക്കാര്യം സംസാരിക്കുന്നത്. ശ്രീധരനാണ് ഇക്കാര്യം എന്നോട് സംസാരിച്ചതെന്ന് വി.എസ്. അഭിമുഖത്തിൽ പറഞ്ഞു. വി.എസിനെ ആദ്യം കണ്ട അനുഭവത്തെക്കുറിച്ച് വസുമതി പല അഭിമുഖങ്ങളിലും മനസ്സ് തുറന്നിട്ടുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് അന്ന് വി.എസ്. തന്നെ കണ്ടില്ല. താൻ കണ്ടുവെന്ന് വസുമതി സരസമായി പറയുന്നു. കല്യാണത്തിന് മുൻപ് ഒരു ശുപാർശയുമായാണ് സഖാവിന് മുന്നിലെത്തിയത്. മഹിളാ പ്രവർത്തകയായിരുന്ന സഖാവ് ലില്ലിക്കുട്ടിക്കൊപ്പമായിരുന്നു അത്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ശുപാർശയ്ക്കായിരുന്നു. കാര്യങ്ങൾ കേട്ട ശേഷം മുഖമൊന്നും ഉയർത്തി നോക്കിയത് പോലുമില്ല. ഒന്ന് മൂളുക മാത്രം ചെയ്തു. ആ ജോലി കിട്ടിയൊന്നുമില്ല. അങ്ങനെ ശുപാർശയൊന്നും സഖാവ് അന്നും ഇന്നും ആർക്കും നൽകാറില്ലെന്ന് വസുമതി പറയുന്നു. കല്യാണം തീരുമാനിച്ചതിനു ശേഷമുള്ള കൂടിക്കാഴ്ചയിലാകട്ടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് സഖാവ് സംസാരിച്ചതെന്ന് വസുമതി പറഞ്ഞു. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വിഷമതകളെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കണമല്ലോ. തെറ്റായ നിലയിലുള്ള ധാരണയും വിശ്വാസവും പുലർത്തിയിട്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷം മറ്റൊരു ചിന്ത വരരുതല്ലോ. അതുകൊണ്ട് മുൻകൂർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്നാണ് വി.എസ്. പറഞ്ഞത്. എന്നും സഖാവിന്റെ ഈ വാക്കുകൾ മനസ്സിലാക്കി മാത്രമേ വസുമതി പ്രവർത്തിച്ചിട്ടുള്ളൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ഹെഡ് നഴ്സായി വിരമിച്ചവർ സഖാവിന്റെ സഖ്യയായി ഇക്കാലവും അഭിമാനത്തോടെ തന്നെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. വി.എസിന്റെയും വസുമതിയുടെയും വിവാഹ വാർഷികങ്ങൾ ആഘോഷങ്ങളില്ലാതെയാണ് കടന്നുപോയത്. സന്തോഷ സൂചകമായി അന്ന് എല്ലാവർക്കും പായസം നൽകുമായിരുന്നു. അത്രമാത്രം. കഴിഞ്ഞ ജൂലൈ 18 വാർഷികവും. അങ്ങനെ തന്നെ വി.എസ്. അച്യുതാനന്ദൻ എന്ന അതുല്യ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ ഭാര്യ വസുമതിക്ക് വലിയ പങ്കുണ്ടായിരുന്നതിൽ തർക്കമില്ല. അവരുടെ ജീവിതം ഇന്നും പലർക്കും പ്രചോദനമാണ്. വി.എസിനെ കുറിച്ച് പറയുവാൻ എല്ലാവർക്കും ഓരോ ഓർമ്മകളൊക്കെ കാണും. പ്രായമായപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യം വി.എസിനുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ ഭരത് ചന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരോഗ്യപരമായ ഭക്ഷണക്രമവും ജീവിതശൈലിയും കൃത്യമായി പാലിച്ച ആളാണ് അദ്ദേഹം.
വ്യായാമവും നല്ല ഭക്ഷണവും ദിനചര്യയായിരുന്നു. മരുന്നുകൾ കഴിക്കുവാൻ മടി കാണിക്കാറുണ്ടായിരുന്നു. ഡോക്ടർ എന്ന നിലയിൽ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാറുണ്ടായിരുന്നുവെന്നും ഡോക്ടർ ഭരത്ചന്ദ്രൻ പറയുന്നു. അച്ചടക്കത്തോടെയുള്ള ദിനചര്യകൾ VS അവസാനം വരെയും കാത്തുസൂക്ഷിച്ചു. മുഖ്യമന്ത്രി മുതൽ തിരക്കുള്ള ഏത് പദവി വഹിക്കുമ്പോഴും ചിട്ടകളുടെ കാര്യത്തിൽ VS ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറായില്ല. വ്യായാമം തൊട്ട് കഴിക്കുന്ന ഭക്ഷണത്തിലടക്കം അച്ചടക്കം പാലിച്ചു. ക്ലിഫ് ഹൗസ്, കന്റോൺമെന്റ് ഹൗസ്, കവടിയാർ ഹൗസ് എന്നിവിടങ്ങളിലെ താമസക്കാലത്ത് മാത്രമല്ല, വാടക വീടുകളിൽ താമസിച്ചിരുന്നപ്പോഴും യാത്രകളിൽ ഗസ്റ്റ് ഹൗസിലും മറ്റും താമസിക്കുമ്പോഴും വ്യായാമത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കുകളിൽ പോലും നടക്കുവാനുള്ള സമയം VS കണ്ടെത്തിയിരുന്നു. രാവിലെ 5:30 മണിക്ക് ഉറക്കമെഴുന്നേൽക്കുന്നതോടെ കർമ്മനിരതനായ ഒരു ദിവസത്തിന് ആരംഭമായി. എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിക്കും. പിന്നെ യോഗ, അത് കഴിഞ്ഞ് പത്രവായന, പിന്നെ നടത്തം. ദീർഘകാലം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നടക്കുവാൻ പോയിരുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തും നടന്നിരുന്നു. എന്നാൽ പിന്നീട് അത് വീട്ടുമുറ്റത്തേക്ക് മാറ്റി. പിന്നീട് വെയിൽ കാഞ്ഞതിനു ശേഷമായിരുന്നു പ്രഭാത ഭക്ഷണം ഇഡലി, ദോശ, ഇടിയപ്പം എന്നിവയിൽ ഏതെങ്കിലും 2 എണ്ണം. സാമ്പാർ, കടല എന്നിവയാണ് കറികൾ. ഒപ്പം പുഴുങ്ങിയ ഏത്തപ്പഴത്തിന്റെ പകുതി. 11 മണിക്ക് ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം. ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, പുളിശ്ശേരി, തോരൻ, അവിയൽ എന്നിവയാണ് കറികൾ. വർഷങ്ങളായി സസ്യഭുക്കായിരുന്നുവെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കഴിഞ്ഞ വർഷത്തിൽ VS മീൻ കഴിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:30 ഒരു ആപ്പിൾ കഴിക്കും. പിന്നീട് രാത്രി ഒരു ഗ്ലാസ് ഓട്സും ഒരു രസകദളി പഴവും. ചായ, കാപ്പി എന്നിവയൊന്നും VS പണ്ട് മുതൽക്കേ കഴിച്ചിരുന്നില്ല. ഹോട്ടൽ ഭക്ഷണം കഴിവതും ഒഴിവാക്കുകയായിരുന്നു VSന്റെ പതിവ്. വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നതിനാൽ ഉപ്പ് കുറവുള്ള ആഹാരങ്ങളാണ് പതിവ്. അച്ചാർ പോലുള്ളവയൊന്നും പണ്ട് മുതൽക്കേ കഴിച്ചിരുന്നില്ല. പിറന്നാൾ ദിനത്തിൽ മാത്രമാണ് VS മധുരത്തിന്റെ കൂട്ടുകാരനായിരുന്നത്. ഒരു പിറന്നാൾ ദിനത്തിൽ കുട്ടികളുമായി സംസാരിക്കവേ എന്താണ് ഇഷ്ടഭക്ഷണമെന്ന ചോദ്യത്തിന് അമ്പലപ്പുഴ പാൽപ്പായസം എന്നായിരുന്നു VSന്റെ കൗതുകമുള്ള മറുപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.